ഹലോ, ഇന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ എങ്ങനെയാണ് പ്രൊഫഷണലി നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഒന്ന് നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒരു ക്ലയന്റ് ആയിട്ട് നമ്മൾ ഡീല് കഴിഞ്ഞു. അപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തു, അതായത് വർക്കൗട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഏത് സർവീസാണോ ചെയ്യുന്നത് അതിന്റെ 50% അഡ്വാൻസ് വാങ്ങണം. അതല്ലെങ്കിൽ നിങ്ങൾ ക്ലയന്റ് ആയിട്ട് സംസാരിച്ച് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ് എടുക്കാം, അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് ആദ്യം വാങ്ങാം, അല്ലെങ്കിൽ 50% ഉള്ള രീതിയിൽ പോവാം. അത് നിങ്ങൾ ക്ലയന്റ് ആയിട്ട് സംസാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള വർക്ക് ഓർഡർ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താ പറയുക, ഗൂഗിൾ പേ അയച്ചു കൊടുത്തിട്ട് ഒരിക്കലും പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലും പ്രൊഫഷണൽ അല്ല, കാരണം അവർക്ക് ഇൻവോയ്സ് അയക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എന്താ പേയ്മെന്റ് പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചിലവര് ഇൻവോയ്സ് ചോദിക്കുമ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസും അവൈലബിൾ ആണ് ഇവിടെ. അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ നിങ്ങൾക്ക് GST ഉണ്ട്. GST ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്യാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നോർമലായിട്ട് വേണമെങ്കിൽ അത് അത്രയും അടുത്തുള്ള ആളാണ്, നാളെ നിങ്ങൾക്ക് ഗൂഗിൾ പേ വെച്ച് റീസീവ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് അത് പ്രൊഫഷണലി പോകുന്നതാണെങ്കിൽ നമുക്ക് റേസർ പേ ഉപയോഗിക്കാം. റേസർ പേയിൽ തന്നെ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് അയച്ച് പേയ്മെന്റ് റിസീവ് ചെയ്യാം. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ T+2 ഒരു 3 days ഓഫ് ടൈമാണ് ആ പേയ്മെന്റ് ബാങ്കിലേക്ക് വരാനുള്ള ടൈം എടുക്കുക. ഒന്ന് നമുക്ക് റേസർ പേ ഉപയോഗിക്കാം. ഞാൻ ഫോൺ പേ ഉപയോഗിച്ചിരുന്നു. ഫോൺ പേ നല്ല തന്നെയാണ്, പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും എന്താ പറയുക, കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത് റേസർ പേ ആണ്. അപ്പോൾ അതുകൊണ്ട് റേസർ പേ, ഫോൺ പേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയിട്ടുള്ളത് റേസർ പേ തന്നെയാണ്. കാരണം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയോ അതെല്ലാം ആഡ് ചെയ്തിട്ട് സംഭവം വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇന്റർനാഷണൽ ക്ലയന്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈസ് യൂസ് ചെയ്യാം, പൈനിയർ യൂസ് ചെയ്യാം. പിന്നെ സ്കൈഡോ എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വളരെ അണ്ടർ റേറ്റഡ് ആണ്. കാരണം സംഭവം സൂപ്പറാണ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പേയ്മെന്റ് റിസീവ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു. സംഭവം എല്ലാം അവർ പറഞ്ഞതുപോലെ നമുക്കൊരു വെർച്വൽ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇപ്പോൾ USA നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ശരിക്കും ആ ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെ ആ ക്ലയന്റ് അയക്കുന്ന കാശ് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്താൽ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് വീഴും. അവിടുന്ന് 2 ദിവസം 3 ദിവസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എന്തായാലും സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ പേപ്പാൽ വഴിയാണ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതെങ്കിൽ 10% ആ റേഞ്ച് ഓഫ് കട്ട് ഓഫ് ഉണ്ടാവും. അതേപോലെ തന്നെ മണി എക്സ്ചേഞ്ച് അങ്ങനത്തെ സംഭവം, ഈ ഫോറക്സ് എക്സ്ചേഞ്ച് അത് രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെ അതിൽ വരുന്നതാണ്. പക്ഷെ ഇതിൽ അതൊന്നും ഇല്ല. ഒരു എന്ന് വെച്ചാൽ ഒരു $30 മറ്റേ, ഇപ്പൊ ഒരു $1000 ആണെന്നുണ്ടെങ്കിൽ അവർ ചാർജ് ചെയ്ത് $30, 2000 $5000 ഒക്കെ ആകുമ്പോൾ അവർ $20, അത് $10000 എന്ന് പറയുമ്പോൾ 0.3% ആ രീതിയിലൊക്കെയാണ് അവർ ചാർജ് ചെയ്യുക. അത് വളരെ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ സ്കൈഡോ സൂപ്പറാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചത് എന്ന് പറയണത്, ചില സമയത്ത് ഞാൻ ഗൂഗിളിന്റെ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, ഗൂഗിൾ പേ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതില് ഗൂഗിൾ പേയുടെ ബിസിനസ്സിൽ നമുക്ക് QR കോഡ് കിട്ടും. ആ QR കോഡ് ശരിക്കും ഫിസിക്കൽ ആയിട്ടുള്ള QR കോഡ് നമ്മൾ ബിസിനസ് ഇതായിട്ട് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് വരുന്നതാണ്. അതാണ് അതിലൊരു നല്ലൊരു പോയിന്റ് ഞാൻ നോട്ടീസ് ചെയ്തത്. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് വരികയാണ്, അതല്ല നിങ്ങൾ ഫ്രീലാൻസിംഗ് ആണല്ലോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ക്ലയന്റ് നിങ്ങൾ നേരിട്ട് കാണുകയാണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ QR കോഡ് വെച്ചിട്ട് പേയ്മെന്റ് നടത്താം, ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതും ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു മോഡൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ സ്കൈഡോയിൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം, അതിന് ഒരു എക്സ്ട്രാ ചാർജും ഇല്ല. നമുക്ക് സ്കൈഡോയിലൂടെയും പേയ്മെന്റ് നടത്താം, അതല്ല ഔട്ട്സൈഡ് പേയ്മെന്റ് നടത്താം. അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് അതിന്റെ എന്താ പറയുക,
ഇൻവോയ്സ് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അതിൽ ഇൻവോയ്സ് ഞാൻ സ്കൈഡോന്ന് ഈ അടുത്തൊരു ക്ലയന്റിന്റെ ഡീൽ ചെയ്ത ഒരു ഇൻവോയ്സ് ഞാൻ സ്കൈഡോന്നാണ് എടുത്തത്. അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് വളരെ അടിപൊളിയായിരുന്നു. ഞാനത് ഇതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ വേറെ ഒരെണ്ണം പറയണത് സോഹോ. അതും വളരെ നല്ലതാണ്. അതിൽ നിന്നും സർവീസസ് എടുക്കാവുന്നതാണ്. ഈ ഇൻവോയ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അപ്പൊ ഇന്റർനാഷണൽ പേയ്മെന്റ് റിസീവ് ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞത് പേപ്പാല് ഞാൻ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ പേപ്പാൽ ഒരു ബിഗിനർ എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. പേപ്പാലിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഒരു ക്ലയന്റ് നമ്മുടെ സർവീസ് ശരിയല്ല അങ്ങനെയല്ല പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് റൈസ് ചെയ്താൽ ആ ക്യാഷ് തിരിച്ചെടുക്കാനുള്ള പവർ പേപ്പാലിനുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ എന്താ പറയാ അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം പേപ്പാലിൽ നിന്ന് കിട്ടണമെന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് പേപ്പാലിന്റെ ഒരു സംഭവം. അപ്പോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വിട്ട് കളയാം. പിന്നെ വൈസ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വലിയ പേപ്പാലിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ കട്ട് ഓഫ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മണി റിസീവ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ പേയ്മെന്റ് ആണ് പറയുന്നത്. പിന്നെ സ്കൈഡോ യൂസ് ചെയ്യാം. പിന്നെ ഇതായി മൂന്നാണ് ഇന്റർനാഷണൽ പേയ്മെന്റിന് പറ്റുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, നോർമൽ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് റേസർ പേ ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ തന്നെ സാധാരണ ഈ അടുത്തുള്ള ട്രാൻസാക്ഷൻ റേസർ പേയും നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് ഈ അടുത്തൊരു ഫീച്ചേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറെ കൂടി അതും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. അവർ വലിയ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ അതും നല്ലത് തന്നെയാണ്. റേസർ പേ ഇന്റർനാഷണൽ പറ്റും, നാഷണൽ ആയിട്ടുള്ള സംഭവം പറ്റും. പിന്നെ നമ്മൾ ഫോൺ പേ പറഞ്ഞു. ഫോൺ പേ നാഷണൽ ആയിട്ടുള്ള പറ്റും. നിങ്ങൾ ഫോൺ പേയും റേസർ പേയും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, താരതമ്യം ചെയ്ത് നോക്ക്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് റേസർ പേ ആണ്. കാരണം റേസർ പേയിൽ നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപയുടെ അടിച്ചാലും അത് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഫോൺ പേയിൽ അങ്ങനെയല്ല. ഒരു 10,000 രൂപയുടെ ആദ്യം ഒന്ന് റിക്വസ്റ്റ് പേയ്മെന്റ് കഴിഞ്ഞിട്ടാണ് രണ്ടാമതാണ് നമ്മൾ രണ്ടാമത് ഒന്നും കൂടി അയക്കണം. ഇപ്പൊ ഒരു ക്ലയന്റ് 30,000 രൂപയാണെന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടമായിട്ട് പേയ്മെന്റ് ലിങ്ക് അയക്കണം. അത് അത്രയും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അതിനുശേഷം നമ്മളിത് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പേയ്മെന്റ് ലിങ്കിന്റെ ഇതില്ലേ അത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. അപ്പൊ ഫസ്റ്റ് ഘടകമായിട്ട് എനിക്ക് 30,000 റിസീവ് ചെയ്യേണ്ട ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് ചെയ്തത്. അതിനു മുമ്പേ ഞാൻ 10,000 രൂപയുടെ സാധനം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ സമ്പാടി പോയിട്ട് പോയെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനത് സംസാരിച്ചത് എന്താ ശരിയാവില്ല പറഞ്ഞപ്പോഴാണ് അവർ ടീം പറഞ്ഞത്, നിങ്ങൾ എന്താ പറയുക, നമ്മൾ വാങ്ങണേ 50% ആണ് ഫസ്റ്റ്. അപ്പൊ 30,000 എന്ന് പറയുന്ന ആ സമയത്ത് അവർ പറഞ്ഞു 3 ഇൻവോയ്സ് 3 പേയ്മെന്റ് ലിങ്ക് അയക്കാൻ. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ക്ലയന്റിന്റെ ഭാഗത്തുനിന്നും കൂടി അത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. 3 തവണ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള സംഭവമല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് മാറ്റണം നമ്മുടെ എല്ലാ മെത്തേഡ്സും. അപ്പോഴാണ് എന്താ പറയുക, അത് കൂടുതൽ നന്നായിരിക്കുള്ളൂ. നമുക്ക് എന്താ പറയുക, അത് അങ്ങനെ ഏറ്റവും സിമ്പിൾ ആകുമ്പോൾ അത് എത്രയും നന്നായിരിക്കും. അതാണ് എനിക്ക് ഫോൺ പേയില് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വലിയതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അവരത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ അത്രയും ഇതായിട്ട് നോക്കുന്നില്ല. റേസർ പേ ഓക്കെയാണ്. റേസർ പേ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റേസർ പേയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ കട്ട് ഓഫ് ആണ്. ഞാൻ 15,000 ആ റേഞ്ചൊക്കെ ഒരു പേയ്മെന്റ് നടത്തിയപ്പോൾ 10-15 ഡൗട്ട് ഉണ്ട്. ഒരു 500 രൂപ അവര് പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് എടുത്തു. ഓക്കെ, 500 രൂപ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയപ്പോൾ അത്യാവശ്യം നല്ല ചാർജ് തന്നെയാണ് എനിക്ക് റേസർ പേ ആയിട്ട് തോന്നിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കുക. ഫസ്റ്റ് ഒരു പോയിന്റ് വെക്കുക. ആ പോയിന്റ് വരെ ഞാൻ റേസർ പേ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് 500 രൂപ പോയാലും കുഴപ്പമില്ല, ആ സർവീസ് നിങ്ങൾക്ക് അത്രയും അടിപൊളിയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റേസർ പേ ഉപയോഗിക്കാം. പ്ലാറ്റ്ഫോമിന് 500 രൂപ 500 1000 അത് ഇത്ര പെർസെന്റേജ് ആണ്. ഞാൻ 0.3% അങ്ങനത്തെ ഒരു പെർസെന്റേജ് കണക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അത് എടുക്കണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ സർവീസ് ഉപയോഗിക്കാം. ഗൂഗിൾ പേയുടെ ബിസിനസ് മോഡൽ ഉണ്ട്, അതൊന്നും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നോർമലി നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ ഡയറക്റ്റ് ബിസിനസ് പീപ്പിളായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ
റേസർ പേ ചെയ്യുന്നത് വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 500 രൂപയുടെ എന്താ പറയുക പേയ്മെന്റ് അല്ലേ അതിൽ വരുന്നുള്ളൂ. അതന്നെ ചെയ്യാൻ നോക്കുക. കാരണം അതിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ലോഗോ ഇടാം, ഫുൾ ഡീറ്റെയിൽസ് ഒരു പക്കാ പ്രൊഫഷണൽ. ഇനി അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കൈഡോ ഉപയോഗിക്കാം. സ്കൈഡോ സൂപ്പറാണ്. അത് മാത്രമല്ല സ്കൈഡോയുടെ ഒരു നല്ല ഭാഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേഴ്സണൽ ഒരു എന്താ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ നമുക്ക് അസൈൻ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്തിട്ടും എനിക്ക് ആൾക്ക് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്കൈഡോ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനത്തെ സംഭവമുണ്ട്. അതാണ് വേറെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിവ്യൂ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.